വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോർൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം. വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാ വർക്കർമാരെ മന്ത്രിമാരും CITU നേതാക്കളും ചേർന്ന് പെരുവഴിയിലിട്ട് പുലയാട്ട് നടത്തി അപമാനിക്കുകയാണെന്നും TM സലീം കുറ്റപ്പെടുത്തി. സർക്കാർ സമരക്കാരുടെ നേരെ പോലും നോക്കുന്നില്ല. ആശാ വർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് ബധിരകർണങ്ങളാണെന്നും ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാർ, പാവപ്പെട്ട സഹോദരിമാർ, അവർ ആശയോടെ പ്രവർത്തിച്ചു, അവർ ആശയോടെ വർക്ക് ചെയ്തു. ആശാ വർക്കർമാർക്ക് ഓണറോറിയം വർദ്ധിപ്പിക്കണം എന്ന അപേക്ഷയുമായി വന്നു. ഈ സർക്കാർ കേട്ടില്ല. ആശാ വർക്കർമാർ കഴിഞ്ഞ 50-ലേറെ ദിവസക്കാലമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കൂട്ട സത്യാഗ്രഹവും അനിശ്ചിതകാല നിരാഹാരവും മുടിമുറിക്കൽ സമരവുമായി സമരം ചെയ്യുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി, സമരം ചെയ്ത പാർട്ടി, സമരത്തിലൂടെ വളർന്ന പാർട്ടി, സമരത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന പാർട്ടി, പാവപ്പെട്ടവനെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന പാർട്ടി ആ സമരത്തെ അപമാനിക്കുന്നു, അപഹസിക്കുന്നു. സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന് മുദ്രാവാക്യം വിളിച്ച ഇടതുമുന്നണി ഭരണത്തിന്റെ കീഴിൽ സ്ത്രീകൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടെ മുടിമുറിച്ചു സമരം ചെയ്ത് സത്യാഗ്രഹം ഇരിക്കുമ്പോ നമ്മുടെ മന്ത്രിമാരും CITUവിന്റെ നേതാക്കന്മാരും സ്നേഹിതന്മാരെ ആ സ്ത്രീകളെ പെരുവഴിയിലിട്ട് പുലയാട്ടു നടത്തി അപമാനിച്ചു കൊണ്ടിരിക്കുന്നു. 1 രൂപയുടെ വർധനവ് കൊടുക്കുന്നില്ല. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഇന്ന് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അപകടയാത്ര. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഇന്ന് യുവാക്കളുടെ സാഹസിക യാത്ര നടന്നത്. കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അപകടയാത്ര. വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായി ഡോറിൽ കയറിയിരുന്നാണ് യുവാക്കൾ യാത്രയ്ക്ക് മുതിർന്നത്. ഈ വാഹനത്തിന്റെ പിന്നാലെ എത്തിയവരാണ് അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇന്നലെ മൂന്നാർ ഗ്യാപ്പ് റോഡിലും മറ്റൊരു സംഘം യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു. ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. സിറ്റി വിഷൻ മൂന്നാർ. മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് അടിമാലിയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നു. കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. DCC ഉപാധ്യക്ഷൻ PVS കറിയ ഉദ്ഘാടനം ചെയ്തു. വീണ വിജയൻ ഏറ്റവും വലിയ അഴിമതി ചെയ്തെന്ന് കണ്ടെത്തുകയും അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുക.
ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ കുടുംബങ്ങളിൽ നടന്ന അഴിമതിക്കെതിരായി ശക്തമായ പോരാട്ടം കോൺഗ്രസ് പാർട്ടി UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ പ്രകടനം സെന്റർ ജംഗ്ഷനിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബാബു പി കുര്യാക്കോസ്, PR സലിംകുമാർ, TS സിദ്ദിഖ്, KP അസീസ്, CS നാസർ തുടങ്ങി കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. BJPയുടെ നേതൃത്വത്തിൽ രാജക്കാട്ടിലെ ശ്രീനാരായണപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഴിമതിക്കെതിരെ നടത്തിയ ധർണാ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ലോകപ്രസിദ്ധമായ കേരളത്തെ അഴിമതിക്കാരുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും നാടാക്കി മാറ്റുകയാണ് പിണറായി സർക്കാർ ചെയ്തു വരുന്നതെന്ന് BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട് ആരോപിച്ചു. രാജാക്കാട് പഞ്ചായത്തിലെ ശ്രീനാരായണപുരത്തുള്ള DTPCയിലെ അഴിമതികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള BJP രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഭരണം കൈയാളുന്ന ആളുകളുടെ പിടിയാളുകളെ വെക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാത്രം മാറ്റുകയാണോ? ഇതെല്ലാം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള കുൽസിതമായ ശ്രമം നടത്തുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇതൊരു പഞ്ചായത്തിന്റെ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിനെ നാം ഒരു വിശാലമായ വീക്ഷണത്തിൽ കാണുമ്പോൾ അതിനുള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. നമുക്കറിയാം DTPC എന്ന് പറയുന്നത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. പാർട്ടി ഓഫീസുകൾ നിയമന ഓഫീസുകളായി മാറി. PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയും നോക്കുകുത്തികളാക്കി മാറ്റി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ നിയമിക്കുന്ന ഏജൻസിയായി CPM ഓഫീസുകൾ മാറി. കഠിന ശ്രമം നടത്തി പഠനം നടത്തി പരീക്ഷ എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ അവഗണിച്ചാണ് ഈ പാർട്ടി കുടുംബ നിയമനം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മതേതരത്വം പ്രസംഗിക്കുകയും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സഹായിക്കുകയും ചെയ്യുന്ന CPMന്റെ ഇരട്ടത്താപ്പിന് ഓശാന പാടുന്ന പണി മാത്രമാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസുകാർ ചെയ്തു വരുന്നത്. പാവപ്പെട്ട മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളായ 600 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് ഭൂമി തട്ടിയെടുക്കാൻ വഖഫിന്റെ പേരിൽ നീക്കം ആരംഭിച്ചപ്പോൾ ആ പാവങ്ങളുടെ കൂടെ നിന്നത് BJPയാണ്. അതിനുവേണ്ടി ലോകസഭയിൽ നരേന്ദ്രമോദി സർക്കാർ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും. പിണറായി സർക്കാരിലെ പ്രമുഖർ കൊള്ളയും അഴിമതിയും ധൂർത്തും നടത്തുമ്പോൾ അതിന്റെ തണലിൽ പ്രാദേശിക ഭരണകൂടങ്ങളും പൊതുമുതൽ കൊള്ളയടിക്കുന്നതിനും എതിർക്കുന്നവരെ തുറുങ്കിലടിക്കുവാനുമാണ് CPMന്റെ നിലവിലെ അധികാരം ഉപയോഗപ്പെടുത്തി വരുന്നത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പ്രതിഫലം വരും തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസുകാരും ഇടതുപക്ഷക്കാരും അനുഭവിക്കുമെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയ പ്രീണനത്തിനുമെതിരെയുള്ള BJPയുടെ പ്രക്ഷോഭങ്ങളുടെ തുടക്കം മാത്രമാണിത്. വരും ദിവസങ്ങളിൽ രാജാക്കാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള അഴിമതികൾക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് തുടർന്ന് സംസാരിച്ച മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ പ്രഖ്യാപിച്ചു. ശ്രീനാരായണപുരം DTPC സെന്ററിൽ നടന്ന ധർണാ സമരത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് KP അനീഷ്, ജനറൽ സെക്രട്ടറിമാരായ VS സജിമോൻ, അരുണമ്പാടി, വൈസ് പ്രസിഡന്റ് VP ബാബു, സെക്രട്ടറി ബൻസോയി മാധവൻ, പഞ്ചായത്ത് തല ഭാരവാഹികളായ VK മോഹനൻ, ബിനോയി ആനിക്കാട്ട് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും അനുയായികളും മത്സരത്തിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് SNDP യൂണിയൻ രാജാക്കാട് ശാഖാ നമ്പർ 1209 K കേശവൻ കുടുംബ യൂണിറ്റ് പരപ്പനങ്ങാടിയുടെ 13ാം വാർഷിക പൊതുയോഗവും ചികിത്സാ സഹായ വിതരണവും നടന്നു. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് SNDP യൂണിയൻ രാജാക്കാട് ശാഖാ നമ്പർ 1209 K കേശവൻ യൂണിറ്റ് പരപ്പനങ്ങാടിയുടെ 13ാം വാർഷിക പൊതുയോഗം ശ്രീ മോഹൻ സാക്ഷാകുന്നേലിന്റെ വസതിയിൽ വെച്ച് നടന്നു. ശാഖാ പ്രസിഡന്റ് ശ്രീ സാബു വാവലക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് ഉദ്ഘാടനം ചെയ്തു.
ഈ 13 വർഷത്തെ നമ്മുടെ കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനം അതെങ്ങനെയായിരുന്നു, എപ്രകാരമാണ് അത് ചെയ്യേണ്ടത്, അതിലെ പോരായ്മ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വേദിയാണ്. പോരായ്മകൾ ഉണ്ടായെങ്കിൽ അവ പരിഹരിക്കപ്പെട്ട് ആ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ മനസ്സോടെ ഇവിടെ ഇരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഗുരുപുഷ്പാഞ്ജലി യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഭാകരൻ പള്ളിപ്പറമ്പിൽ അവറുകളുടെ നേതൃത്വത്തിൽ വിളക്കുപൂജയോടെ ആരംഭിച്ച യോഗം വൈസ് പ്രസിഡന്റ് ബിജു VS വെട്ടുകല്ലമാക്കൽ, സെക്രട്ടറി ശ്രീ KR സജീവ് കണ്ണശ്ശേരിയിൽ, യൂണിയൻ കമ്മിറ്റി അംഗം വിജയൻ വെള്ളച്ചാലിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗം മോഹനൻ സാഷാകുന്നേൽ, റെജി പുത്തമ്പുരയ്ക്കൽ, സുജിത് തകടിക്കൽ, മോഹനൻ തോട്ടുമുറി, ഷൈൻ പുളിക്കൽ, അനുലാൽ വെട്ടോങ്കുന്നേൽ, സുബി ഭാസ്കർ, ഷിബു ദിവിൻ, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു, സെക്രട്ടറി ശുഭ ബൈജു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീരാജ്, സെക്രട്ടറി അജിത്, ബാലജനയോഗം പ്രസിഡന്റ് അജിത് നാരായണൻ, സെക്രട്ടറി കുമാരി അദ്വൈത, യൂണിറ്റ് ചെയർമാൻ സദാശിവൻ, വൈസ് ചെയർപേഴ്സൺ ഷീബ, കൺവീനർ ലത റെജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുമാരി അദ്വൈത നൃത്തം അവതരിപ്പിച്ചു. മുതിർന്ന അംഗമായ ശ്രീമതി അംബുജാഷി വെട്ടിക്കലിനെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബ യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. തലമുണ്ടനം ചെയ്ത UDF പ്രവർത്തകർ. രാജകുമാരി പഞ്ചായത്തിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിലാണ് UDF പ്രവർത്തകർ തലമുണ്ടനം ചെയ്തത്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തലമുണ്ടനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF സംസ്ഥാനമൊട്ടാകെ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും രാപ്പകൽ സമരം നടന്നു. രാജകുമാരിയിൽ നടന്ന സമരത്തിൽ ഒരു പടി കൂടെ കടന്ന് പ്രവർത്തകർ തല മുണ്ടനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നേതാക്കൾ തല മുണ്ടനം ചെയ്തത്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനെതിരെയാണ് ഞാൻ ഈ മുൻഗണന ചെയ്തത്. ഇത്രയും ആശാ വർക്കർമാർ ഈ നാട്ടിൽ 235-45 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളും ആശാ വർക്കർമാരെ വേതനം കൊടുത്തിരിക്കുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനെതിരെയാണ് ഞാൻ. ഇന്നലെ രാവിലെ ആരംഭിച്ച രാപ്പകൽ സമരം KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നിന്നും രാജകുമാരി ടൗണിലേക്ക് പ്രകടനം ആയിട്ടാണ് പ്രവർത്തകർ എത്തിയത്. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ UDF മണ്ഡലം ചെയർമാൻ ജോസ് കണ്ടത്തിൻകര അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചത്തനാട്ട്, ബോസ് P മാത്യു, PR സദാശിവൻ, ഷിൻഡോ പാറയിൽ, ഡെയ്സി ജോയി, മഞ്ജു, കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഇനിയൊരു ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526.
ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446966421. വീണ്ടും വാർത്തയിലേക്ക്. കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടന്നു. സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ നടന്ന രാപ്പകൽ സമരം DCC വൈസ് പ്രസിഡന്റ് അരുൺകുമാർ KS ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. UDFന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി സേനാപതിയിലും പകൽ സമരം നടന്നു. കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാങ്ങാത്തൊട്ടിയിൽ നടന്ന രാപ്പകൽ സമരം DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്പനി നൽകണമെന്ന് മറുപടി പറയേണ്ട ദിവസങ്ങളായിരിക്കും ഇനി കടന്നു വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും. ഇടതുപക്ഷ മുന്നണി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയണമെന്നായിരിക്കും സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കുന്ന ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ കേരളത്തിൽ. ആ സ്ത്രീയുടെ പേര് വീണ വിജയൻ എന്നാണ്. കോൺഗ്രസ് സേനാപതി മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജോസ് പുത്തുപ്പള്ളി സ്വാഗതം ആശംസിച്ചു. ബൂത്ത് പ്രസിഡന്റ് മനു കടവുങ്കൽ, മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കണ്ണൻ കുന്നേൽ, ഹരി, ബെന്നി ഇല്ലിമൂട്ടിൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. CPI അയ്യപ്പൻ കോവിൽ ലോക്കൽ സമ്മേളനം ചപ്പാത്തിൽ ആരംഭിച്ചു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI അയ്യപ്പൻ കോവിൽ ലോക്കൽ സമ്മേളനം ചപ്പാത്തിൽ K ബാലൻകൃഷ്ണൻ നഗറിൽ ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത്. ചപ്പാത്ത് ടൗണിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI അയ്യപ്പൻകോവിൽ ലോക്കൽ സമ്മേളനം ചപ്പാത്തിൽ K ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത്. ചപ്പാത്ത് ടൗണിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രതിനിധി സമ്മേളനം CPI കട്ടപ്പന മണ്ഡല സെക്രട്ടറി VR ശശി ഉദ്ഘാടനം ചെയ്തു. ജോസ് കുര്യൻ, നിഷാമോൾ, ബിനോജ് എന്നിവരായിരുന്നു പ്രസീഡിയം നിയന്ത്രിച്ചത്.
ഷാജി മാത്യു സ്വാഗതം പറഞ്ഞു. മുതിർന്ന അംഗം ജോസ് കുര്യൻ പതാക ഉയർത്തി. മനു കെ ജോൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സനീഷ് മോഹനൻ, KR രാജേന്ദ്രൻ, KN കുമാരൻ, ഗിരീഷ് മാലിയിൽ, PJ സത്യപാലൻ, VT ഷാൻ എന്നിവർ പ്രസംഗിച്ചു. ഞായറാഴ്ച വൈകിട്ട് ചപ്പാത്ത് ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം CPI ജില്ലാ കൗൺസിൽ അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്യും. ചപ്പാത്ത് പമ്പ് ജംഗ്ഷനിൽ നിന്നും പൊതുപ്രകടനവും നടക്കും. സിറ്റി വിഷൻ, ഉപ്പുതറ. NDA മുന്നണിയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. NDA മുന്നണിയുടെ ഭാഗമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവാലയുമായി രാജേന്ദ്രൻ കൈകൊടുക്കുവാൻ ഒരുങ്ങുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് വാർത്ത നിഷേധിച്ച് S രാജേന്ദ്രൻ രംഗത്തെത്തിയത്. തന്റെ അറിവോടെയല്ല ഇത്തരം വാർത്തകൾ വരുന്നതെന്ന് S രാജേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ വന്ന വാർത്തകളൊന്നും എൻ്റെ അറിവോടുകൂടി വന്ന വാർത്തകളല്ല. ഞാൻ എൻ്റെ മൂത്തയാളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഇൻവിറ്റേഷൻ അടിക്കാനൊക്കെയാണ് പോയിരുന്നത്. പക്ഷേ ഇങ്ങനെ മിനിസ്റ്റർ വരുന്നുണ്ടെന്നും ഒക്കെയായി വാർത്തകൾ അറിയാം. ബന്ധപ്പെട്ടവർ സംസാരിച്ചിരുന്നു ഒന്ന് വരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനങ്ങനെ എറണാകുളത്ത് പോവുകയോ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ഇന്നലെ 24 വന്ന വാർത്തകൾ പോലെ ധാരണകളോ ഒന്നും ഉണ്ടായിട്ടില്ല. 24 വാർത്ത എന്ന് പറയുന്നത് പണ്ടും ഇത് കൂട്ട് പണിയാണ്. എന്തെങ്കിലുമൊക്കെ കള്ളം പറയുകയോ ഒപ്പിക്കുക ഇത് കൂട്ട് പണിയാണ് ചെയ്യുന്നത്. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് 24 വന്നത്. NDAയിലേക്ക് ഇപ്പോൾ പോകുന്നെന്നോ RPIയിൽ കൂടുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും യാതൊരു സംഭവങ്ങളും നിലവിൽ ഉണ്ടായിട്ടില്ല. അതില്ലതാണ്. അതുകൊണ്ട് ആ വാർത്തകളെല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിലവിൽ ഇപ്പം മോളുടെ കല്യാണമുണ്ട്, അതിൻ്റെ പുറകിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊന്നും വന്നത്. ഞാനാണെങ്കിൽ തമിഴ്നാട്ടിലുള്ളപ്പോഴാണ് കേരളത്തിൽ എറണാകുളത്തും ഉണ്ടെന്നും പറഞ്ഞ് വാർത്ത. 24 ഇത് എങ്ങനെ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത്. UDF അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ സമരം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായ ഓരോ വർഷവും അനുവദിക്കുന്ന തുക നൽകാതെ ഇടതു സർക്കാർ പ്രാദേശിക വികസനം അട്ടിമറിക്കുകയാണെന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു UDF സമരം. UDF വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു UDF അടിമാലി മണ്ഡലം കമ്മിറ്റിയും രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. ഭൂപ്രശ്നങ്ങളും നികുതി വർധനവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് UDF രാപ്പകൽ സമരത്തിലൂടെ മുമ്പോട്ട് വെച്ചത്. മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ സമരം ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വികസന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഏറ്റവും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നയം ഏറ്റവും ഈ മേഖലയെ തകർത്തെറിയുന്നതിന് തുല്യമായ നയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. UDF നിയോജക മണ്ഡലം ചെയർമാൻ MM നവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ, UDF നിയോജക മണ്ഡലം ചെയർമാൻ MB സൈനുദ്ദീൻ, ബാബു P കുര്യാക്കോസ്, KA യൂനസ്, PR സലിംകുമാർ, TS സിദ്ദിഖ്, KP അസീസ്, അനസ് ഇബ്രാഹിം, അനസ് കോയർ, ബേബി അഞ്ചേരി, CS നാസർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു.
മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിൽ വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.